2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിലെത്തി. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണത്തിന്റെ പുതിയ മേഖലകൾ സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. രണ്ട് ദിവസം നീണ്ട റഷ്യൻ സന്ദർശനത്തിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിലെത്തിയത്. വിയന്നയിലെത്തിയ മോദിയെ ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗ് സ്വീകരിച്ചു. ഓസ്ട്രിയൻ സംഗീത സംഘം വന്ദേമാതരം അവതരിപ്പിച്ചാണ് മോദിയെ സ്വാഗതം ചെയ്തത്. തുടർന്ന് ഇന്ത്യൻ സമൂഹവുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ രാത്രി ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമർ മോദിക്കായി സ്വകാര്യ വിരുന്നൊരുക്കി. ഇന്ന് ചാൻസലർ കാൾ നെഹാമറുമായും പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലനുമായും പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തും. ഇന്ത്യയിൽ നിന്നും ഓസ്ട്രിയയിൽ നിന്നുമുള്ള ബിസിനസ് നേതാക്കളെയും മോദിയും കാൾ നെഹാമറും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സന്ദർശനത്തോടെ കൂടുതൽ മെച്ചപ്പെടുമെന്നും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ തുറക്കാനാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, പുനരുപയോഗ ഊർജം, സ്റ്റാർട്ടപ്പുകൾ, ഉന്നത സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലാണ് പ്രധാന ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികമാണ് ഈ വർഷം. 1983 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം ഇതാദ്യമായാണ് മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയൻ സന്ദർശനം നടത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.